കോഴിക്കോട് മാനാഞ്ചിറയിൽ ചെരുപ്പാടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് നടത്തിയ സമ്മാന ചലഞ്ചിൽ പങ്കെടുക്കാൻ ആളുകളുടെ തിക്കും തിരക്കും. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ₹1 നോട്ടുമായി ആദ്യം വരുന്ന 100 പേർക്ക് ഷൂവും പിന്നീട് വരുന്ന 100 പേർക്ക് വാച്ചും ഓഫർ നൽകിയിരുന്നു. ആളുകളുടെ തള്ളിക്കയറ്റത്തെ തുടർന്ന് പോലീസ് ലാത്തിചാർജ് നടത്തി നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 6 മണി 7 മണിയൊക്കെ ആകുമ്പോ 5 മണിക്ക് മൃഗീയമായിട്ട് എല്ലാരും തല്ലാണ് പോലീസുകാര്. ഇവിടെ കുറെ പോലീസുകാർ ഇപ്പൊ തടി തപ്പിണ്, എല്ലാരും തച്ചാണ്ട്. എനിക്കും കുറെ കിട്ടിയത്. ഇവന്റെ ഫോണ് വാങ്ങിച്ച് വീഡിയോ എടുത്തിന്, മൂപ്പരെ ഫോട്ടോ എടുത്തിന്, ഫോൺ വാങ്ങിച്ചാണ്ട്. എന്നിട്ട് സ്റ്റേഷനിലേക്ക് വന്നാൽ ഫോൺ തരുള്ളൂ. ഓ പറഞ്ഞു എനിക്ക് ഫോൺ കിട്ടാതെ ഞാൻ ഇവിടുന്ന് പോകൂലറിഞ്ഞു. എന്നിട്ട് വേറെ സാർ എന്നോന് ഫോൺ കൊടുത്ത് മൂപ്പര് മറ്റേ ആള് തരൂലറിഞ്ഞു. അപ്പൊ ഇയാൾ ഇവിടെ ഓലൊന്നും ഇവിടെ അല്ല, അടിച്ചോലൊന്നും ഇവിടെ അല്ല. ഓലൊക്കെ തടി തപ്പി കണ്ണൂര്, കാസർഗോഡ്, തിരുവനന്തപുരം എല്ലാ സ്ഥലത്തുനിന്നും എല്ലാരും ഇവിടെ നിന്ന് എത്ര ആൾക്കാർക്ക് തല്ലിട്ടി മണ്ടിച്ചത്. വർഷ ഗിരീഷ് വിവരങ്ങളും ചേർന്ന്. വർഷ, പ്രഖ്യാപനം കേട്ടപാട് ₹1 നോട്ട് സംഘടിപ്പിച്ച് രാവിലെ 5 മണിക്കൊക്കെ വന്ന് ഇത്രയും വലിയ തിരക്കവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ ഷൂവിന് വേണ്ടിയാ ഇപ്പോഴോ അവിടെ നിൽക്കുകയാണോ, അത് പോയോ? ഹാഷ്മി, 5 മണിയല്ല, അതിനു മുമ്പ് വന്നവരുമുണ്ട് എന്നുള്ളതാണ്. മറ്റ് ജില്ലകളിൽ നിന്ന് വന്നവരെല്ലാം അതിനു മുമ്പ് തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇന്ന് പുലർച്ചയോട് കൂടി തന്നെ ഈ ട്രെൻഡ് ഫാക്ടറി തന്നെ പങ്കുവെച്ച പല ഇൻസ്റ്റഗ്രാം വീഡിയോയിലും അക്കാര്യം, ഈ കടയ്ക്ക് മുമ്പിലുള്ള തിരക്ക് വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നതാണ്. എന്തായാലും വന്നവരെല്ലാം നിരാശയോടെ തിരിച്ചു മടങ്ങേണ്ട അവസ്ഥയാണ്. ഇവിടെ കൂടി നിൽക്കുന്നവരൊന്നും ഇപ്പോഴും മടങ്ങിപ്പോയിട്ടില്ല. പോലീസ് ഇവരെ മാറ്റാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും കട അച്ചുപൂട്ടിയിട്ടുണ്ട്. ഇനി കട ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ തുറക്കില്ല എന്ന് തന്നെയാണ് പറയുന്നത്. 200 പേർക്കായിരുന്നു ഓഫർ നൽകിയിരുന്നത്. അതായത് ₹1 നോട്ടുമായി ആദ്യം വരുന്ന 100 പേർക്ക് ഷൂവും പിന്നീട് വരുന്ന 100 പേർക്ക് വാച്ചുമാണ് നൽകാമെന്ന് ഓഫർ നൽകിയിരുന്നത്. കടയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ചായിരുന്നു ഈ ഓഫർ നൽകിയത്. എന്നാൽ ഈ ഒരു ഓഫറിന്റെ വീഡിയോ, അതായത് ഇൻസ്റ്റഗ്രാം പേജിലൂടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. തുടർന്നാണ് നിരവധി ഇടങ്ങളിൽ നിന്നും നിരവധി പേർ, അതായത് 200 പേർക്ക് നൽകിയ ഓഫറിന് 2000-ഓളം പേർ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് പോലീസ് തന്നെ നൽകുന്ന വിവരം. പിന്നീട് ആളും തിരക്കും ബഹളവുമായതോടെയാണ് പോലീസ് ലാത്തി ചാർജ് വീശിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ആളുകളെല്ലാം പിരിഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ എങ്കിലും പോലീസിന് കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടതുണ്ട്. കാരണം പോകുന്നവരെല്ലാം വീണ്ടും തിരിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട്. വീണ്ടും കട തുറന്ന് ഇനി ഷൂ നൽകുമോ എന്നുള്ളതൊക്കെയാണ് ഇവിടെ വരുന്ന യുവാക്കൾ ചോദിക്കുന്നത്. കാരണം ചെറിയ കുട്ടികൾ ഉൾപ്പെടെ രാവിലെ മുതൽ തന്നെ എത്തിയിട്ടുണ്ട്. നോമ്പുകാലമായതുകൊണ്ട് നോമ്പ് തുറന്ന ശേഷം നേരിട്ട് ഇവിടേക്ക് വരികയായിരുന്നു. എന്നിട്ട് ഇവിടെയുള്ള ക്യൂവിൽ നിൽക്കുകയായിരുന്നു. പിന്നെ ഇവർ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത്, ഇവർക്ക്, അതായത് കടവുടമകൾക്ക് വേണ്ടപ്പെട്ടവർക്ക് ആദ്യമേ ടോക്കൺ നൽകി ഷൂ കൊടുത്തു എന്നുള്ള ആരോപണം കൂടി ഇവർ ഉന്നയിക്കുന്നുണ്ട്. 10 മണിക്ക് ശേഷം, ഉദ്ഘാടനം 10 മണിക്കാണെന്നും 10 മണിക്ക് ശേഷമായിരിക്കും ടോക്കൺ നൽകുക എന്നുള്ള കാര്യമാണ് അറിയിച്ചിരുന്നത്. പക്ഷെ അതിനു മുമ്പ് തന്നെ ടോക്കൺ നൽകി എന്നുള്ള കാര്യം കൂടെ വന്നവരെല്ലാം പ്രധാനമായും മുന്നോട്ട് വെക്കുന്നുണ്ട്. പോലീസിന്റെ ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കുമേറ്റിട്ടുണ്ട്. അവരെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ കട അടച്ച അവസ്ഥയിലാണ്. ഇന്ന് ഉദ്ഘാടനം നടക്കുന്നില്ല. കട ഉടമകളെയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അവർക്കെതിരെയുള്ള തുടർ നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഗതാഗതം തടസ്സപ്പെടുത്തിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ നടപടി ഉണ്ടാകും. രാവിലെ മുതൽ തന്നെ, ഈ കാണുന്നത് വൈക്കം മുഹമ്മദ് ബഷീർ റോഡാണ്. ഈ റോഡ് രാവിലെ മുതൽ തന്നെ പൂർണ്ണമായും സ്തംഭിച്ചൊരവസ്ഥയിലായിരുന്നു. കാരണം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്, നിരന്നു നിൽക്കുന്ന കൂടുതൽ യുവാക്കളാണ്. നിരന്നു നിൽക്കുന്ന ഈ ആളുകൾ കാരണം 1 ഇഞ്ച് പോലും വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു. ഒരു പോലീസിനെ അറിയിക്കാതെയാണ് ഈ പരിപാടി, ഈ ഒരു ഓഫർ പരിപാടി ഇവിടെ ഇവർ സംഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ യാതൊരു നിയന്ത്രണവും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. എന്തായാലും ഈ ₹1 ഷൂ കൊടുക്കുമെന്ന് പറയുമ്പോഴേക്കും ഇത്തരത്തിൽ 12,000 ആളുകൾ തടിച്ചുകൂടുമെന്ന് പോലീസും കരുതിയിട്ടുണ്ടാവില്ല, കടക്കാരും കരുതിയിട്ടുണ്ടാവില്ല. വർഷ, അതെ ഹാഷ്മി, അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് ഞായറാഴ്ച കൂടിയാണ് എന്നുള്ളതാണ്. ആർക്കും സ്കൂളിൽ പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ ഇത്തരം ഒരു ഓഫർ നടക്കുന്നു എന്ന് അറിഞ്ഞതുകൊണ്ട് തന്നെ അവർ അതിരാവിലെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ എന്ന് പറയാൻ ഇന്നലെ രാത്രി മുതൽ തന്നെ സമീപത്തെ സെക്യൂരിറ്റികളോടെല്ലാം സംസാരിക്കുമ്പോൾ ഇന്നലെ അർദ്ധരാത്രി മുതൽ തന്നെ ആളുകൾ എത്തിയിരുന്നു എന്നുള്ള വിവരം കൂടെ ലഭിക്കുന്നുണ്ട്. കാരണം ഇതൊരു വ്യാപകമായ ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാം പേജുകളിൽ പ്രചരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അത് പരമാവധി കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ വേണ്ടി കട ഉടമകളും ശ്രമിച്ചിട്ടുണ്ട്. കാരണം പബ്ലിസിറ്റിക്ക് വേണ്ടി വ്യാപകമായി തന്നെ ഇത് പ്രചരിപ്പിക്കുകയും ഒരുപാട് വ്ളോഗർമാർ ഇത് സംബന്ധിച്ച് വീഡിയോകൾ എടുത്ത് പോസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. ഇതെല്ലാം വ്യാപകമായി പ്രചരിച്ചതോടെയാണ് ആളുകൾ എത്തിയത്. എന്തായാലും ഇത്രമാത്രം ആളുകൾ വരുമെന്ന് വന്നവരും കരുതി കാണില്ല, ഉടമകളും കരുതി കാണില്ല. പക്ഷെ അത്രമാത്രം 2000-ഓളം തന്നെ ആളുകൾ ഈ ഒരു ചെറിയ റോഡിൽ തടിച്ചുകൂടുമ്പോഴുള്ള അവസ്ഥ ചിന്തിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അത്രമാത്രം ഒരു ഭീകരാവസ്ഥയായിരുന്നു രാവിലെ ഇവിടെ ഉണ്ടായിരുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.